BJP സംസ്ഥാന നേതാവിനെതിരെയും പീഡന പരാതി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെയാണ് എറണാകുളം സ്വദേശിനി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. സ്വത്തു തർക്കത്തിൽ മേൽക്കൈ കിട്ടാനുള്ള കള്ളപ്പരാതിയാണ് എന്ന് സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. കോടതിയും പോലീസും പരിശോധിച്ച് തള്ളിയ കേസാണെന്നും ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനാണ് സി കൃഷ്ണകുമാറിനെതിരെ എറണാകുളം സ്വദേശിനിയായ അഭിഭാഷകയുടെ ലൈംഗിക പീഡന പരാതി. മുതിർന്ന നേതാക്കളെ പരാതി അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് കത്തിൽ പറയുന്നു. 2015-ലും 2020-ലും പൊട്ടാതെ പോയ പടക്കമാണ് പരാതിയെന്ന് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം. സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് പരാതിയെന്നും കോടതിയും പോലീസും പരിശോധിച്ച് തള്ളിയതാണെന്നും സി കൃഷ്ണകുമാർ. ഇതൊക്കെ 2015-ല് 20-ലൊക്കെ പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ്, കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് BJP-യിലുണ്ടായിരുന്ന ആൾ ഇപ്പോൾ കോൺഗ്രസിലിരുന്ന് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുവെന്ന് സന്ദീപ് വാര്യരെ ഉന്നം വെച്ച് സി കൃഷ്ണകുമാർ. സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് സമാനമായ പരാതിയുടെ അടിസ്ഥാനത്തിലെന്നും ആരോപണം. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് ഇതിന് പറഞ്ഞത്. അന്ന് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് 15-ലും 20-ലും ഇത് ഓപ്പറേറ്റ് ചെയ്ത ആള് ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. വ്യാജ പരാതി നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി. കൃഷ്ണകുമാറിനെ പിന്തുണച്ച് വി മുരളീധരൻ. ഇതെല്ലാം പരിശോധിച്ചു. 10 കൊല്ലത്തിനിടയിൽ പോലീസ് അന്വേഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു, പിണറായി വിജയന്റെ പോലീസും അന്വേഷിച്ചു. ഇനി നിങ്ങൾക്ക് വേറെ പുതിയ പോലീസ് വല്ലതും കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അന്വേഷിക്കും.